കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുന്നത്. അതും തലസ്ഥാന നഗരം തിരുവനന്തപുരം തന്നെ. അന്ന് മുതൽ മേയർ വി രാജേഷ് അടങ്ങുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളെ ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് ഇറക്കാനുള്ള വളരെ തത്രപ്പാടിലാണ് കൊങ്ങികളും കമ്മികളും. എന്നാൽ വളരെ ശ്രദ്ധേയമായ അതിനിർണായകമായ ലോകം മുഴുവൻ കൈയടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ മാറ്റം തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വി രാജേഷ്. ഓണക്കോടിയിൽ നിന്നാണ് ആ നഗര മാറ്റത്തിലേക്ക് രാജേഷ് നടന്നെടുക്കുന്നത്. തിരുവനന്തപുരം മാറുകയാണ് വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഭരണശൈലി കൊണ്ടുവന്നുകൊണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ അധ്യായം അവസാനിച്ചിട്ട് മറ്റൊന്ന് ആരംഭിച്ചിട്ട് അധിക കാലമായിട്ടില്ല. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി കേന്ദ്രമായി നിലകൊണ്ട തലസ്ഥാന നഗരസഭയിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. കൃത്യമായി പറഞ്ഞാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 101 അംഗ കൗൺസിലിൽ 50 സീറ്റുകൾ നേടിയ BJP സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരണത്തിലെത്തി. തുടർന്ന് വി രാജേഷ് മേയറായി ചുമതലയേറ്റു. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് മാത്രം ഭരണപരമായ മാറ്റം തെളിയിക്കാനാവില്ല. അധികാരത്തിന്റെ നിറം മാറിയതല്ല, ഭരണത്തിന്റെ സമീപനം മാറുന്നുണ്ടോ എന്നതാണ് ജനങ്ങൾ നോക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയുന്ന ചില ചെറുതും വലുതുമായ ഇടപെടലുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശ്രദ്ധ നേടുന്നത്. അത്തരത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു തീരുമാനമാണ് ഈ ഓണക്കാലത്ത് നഗരസഭയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഓണക്കോടി നൽകാനുള്ള മേയറുടെ നീക്കം. ഓണക്കോടി എന്നത് വില കൂടിയ ഒരു സമ്മാനമായിരിക്കില്ല, പക്ഷേ അതിന്റെ പിന്നിലുള്ള സന്ദേശത്തിന് വലിയ വിലയുണ്ട്. നഗരത്തിന്റെ തെരുവുകൾ വൃത്തിയാക്കുന്ന തൊഴിലാളി മുതൽ ഓഫീസുകളിൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരൻ വരെ നഗരസഭയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന 14,000 തൊഴിലാളികളുണ്ട്. ഈ ഓരോ മനുഷ്യനും ഈ നഗരത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവാണ് ഈ തീരുമാനത്തിൽ കാണുന്നത്. നഗരസഭ എന്നത് മേയറുടെ ഓഫീസല്ല, കൗൺസിലർമാരുടെ മുറികളുമല്ല. നഗരസഭ എന്നത് അവിടെ ജോലി ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും കൂട്ടായ്മയാണ്. ഒരു നഗരം വൃത്തിയായി ശുചിത്വത്തോടു കൂടി സംരക്ഷിക്കണമെങ്കിൽ, നഗരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടക്കണമെങ്കിൽ ഏറ്റവും താഴെക്കിടയിൽ മുതൽ മുകളിലുള്ളവർ വരെ വളരെ കാര്യക്ഷമമായി ഒരേ മനസ്സോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓരോ തൊഴിലിനെയും പരസ്പരം ബഹുമാനിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിയെയും പരസ്പരം ബഹുമാനിക്കേണ്ടതുണ്ട്. എല്ലാവരും തുല്യരാണ് എന്ന ഒരു സമത്വ ഭാവന ഉണ്ടാകേണ്ടതുണ്ട്. ആ ചിന്തയാണ് മേയർ വി രാജേഷ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. ഈ തിരിച്ചറിവ് ഭരണത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് അധികാരം ജനകീയമാകുന്നത്. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ തീരുമാനത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ വികസന ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ഓണക്കോടി നൽകില്ല എന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. വികസനത്തിനുള്ള പണം വികസനത്തിനായി തന്നെ മാറ്റിവെക്കും. ജീവനക്കാരുടെ ഓണക്കോടിക്ക് ആവശ്യമായ പണം വേറെ കണ്ടെത്തുമെന്നാണ് മേയറുടെ വാദം. എങ്ങനെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരാമെന്ന്, എങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിൽ കിട്ടുന്ന പണത്തിൽ നിന്ന് കൈയിട്ട് വാരി കീശ നിറയ്ക്കാമെന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ നേതാക്കന്മാരെ കണ്ടു പഴകിയ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. നഗരസഭയുടെ പണം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ, വളരെ മനുഷ്യത്വപരമായ, സൗഹാർദ്ദപരമായ ചില മാറ്റങ്ങൾക്കുള്ള പണം സ്വന്തമായി കണ്ടെത്താമെന്ന് മേയർ പറയുമ്പോൾ അത് കേരള ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായ തീരുമാനമാണ്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായി മാറുകയാണ്. ഇതാണ് ഒരു ഭരണാധികാരികളുടെ മുൻഗണനകളെ വ്യക്തമാക്കുന്ന സമീപനം. ഒരു വശത്ത് നഗരത്തിന്റെ വികസനം, മറുവശത്ത് നഗരത്തെ നിലനിർത്തുന്ന മനുഷ്യരുടെ ക്ഷേമം. രണ്ടിനെയും പരസ്പരം ഏറ്റുമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം. രാഷ്ട്രീയത്തിന്റെ പതിവ് ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ഭരണത്തിന്റെ മാനുഷിക ഭാഷയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ, മനുഷ്യനോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇതൊരു വലിയ മാറ്റമാണ്. കാരണം നഗരത്തിന്റെ സൗന്ദര്യം കെട്ടിടങ്ങളിലല്ല, നഗരത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അതിനെ ഓരോ ദിവസവും താങ്ങി നിർത്തുന്ന മനുഷ്യരിലാണ്. തിരുവനന്തപുരം എന്നൊരു നിർണായക മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷങ്ങളോളം അധികാരത്തിലിരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഭരണകൂടം നഗരഭരണത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നത് ഇനി ഓരോ തീരുമാനങ്ങളിലൂടെയും വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് മുന്നിലുള്ള വെല്ലുവിളിയും വലുതാണ്. ജനങ്ങൾ ഒരു മാറ്റം ആവശ്യപ്പെട്ടാണ് പുതിയ ഭരണത്തെ തിരഞ്ഞെടുത്തതെങ്കിൽ ആ മാറ്റം പ്രസംഗങ്ങളിൽ മാത്രം കേൾക്കാൻ പാടില്ല. തെരുവിൽ കാണണം, നഗരത്തിന്റെ ശുചിത്വത്തിൽ കാണണം.
അനധികൃത നിർമ്മാണങ്ങൾക്കെതിരായ നടപടികളിൽ കാണണം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരായ പരിശോധനകളിൽ കാണണം. നഗരത്തിന്റെ ഭരണക്രമത്തിൽ കാണണം. മുക്കിനും മൂലയിലും കാണണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾക്കും ലൈസൻസ് ഇല്ലാത്ത ഭക്ഷണശാലകൾക്കും വഴിയോര ഭക്ഷണശാലകൾക്കുമെതിരെ കോർപ്പറേഷൻ പരിശോധനയും നടപടികളും ശക്തമാക്കി കഴിഞ്ഞു. മേയർ നേരിട്ട് പരിശോധനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതായി പോലും റിപ്പോർട്ടുകളുണ്ട്. ഇതും പുതിയ ഭരണശൈലിയുടെ മറ്റൊരു സൂചനയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ എന്ന ആശയം നഗരഭരണത്തിൽ ഉറപ്പിക്കുകയാണ് ഒരു കോർപ്പറേഷന്റെ അടിസ്ഥാന ഉത്തരവാദിത്വം. രാഷ്ട്രീയ സൗഹൃദങ്ങളോ സമ്മർദ്ദങ്ങളോ നോക്കാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ഭരണ സംവിധാനമാണ് ഒരു നഗരത്തിന് ആവശ്യം. അതോടൊപ്പം സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്ന ഭരണമാണ് വേണ്ടത്. ഇവിടെയാണ് വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി അത് ഉയരുന്നത്. ഒരു കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നത് പ്രധാനമായും പാർട്ടി രാഷ്ട്രീയത്തിന്റെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്ഥാപനമായിരുന്നെങ്കിൽ ഇനി അത് നഗരഭരണത്തിന്റെ കാര്യക്ഷമത അളക്കുന്ന പരീക്ഷണശാലയായി മാറുന്ന സമയമാണ്. BJP അധികാരത്തിലെത്തിയത് ചരിത്രപരമായ രാഷ്ട്രീയ മാറ്റമാണ്. പക്ഷേ ആ ചരിത്രം നിലനിൽക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ ഭരണപരമായ മാറ്റം സൃഷ്ടിക്കേണ്ടതുണ്ട്. ജനങ്ങൾ ചോദിക്കും, നഗരങ്ങൾ കൂടുതൽ വൃത്തിയായോ, റോഡുകളും പൊതു സൗകര്യങ്ങളും മെച്ചപ്പെട്ടോ, മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമായോ, അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി ശക്തമായോ, നഗരസഭയിലെ ജീവനക്കാർക്ക് കൂടുതൽ മാന്യതയും പരിഗണനയും ലഭിക്കുന്നുണ്ടോ, സാധാരണക്കാരന് നഗരസഭാ ഓഫീസിലെത്തുമ്പോൾ അധികാരത്തിന്റെ ഭയം കുറയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഒരു ഭരണത്തിന്റെ യഥാർത്ഥ റിപ്പോർട്ട് കാർഡ്. അതുകൊണ്ട് തന്നെ ഒരു ഓണക്കോടിയുടെ വാർത്തയെ വെറും സമ്മാന വിതരണമായി കണ്ട് തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്. അതൊരു ഭരണദർശനത്തിന്റെ പ്രതീകമായി വേണം വിലയിരുത്താൻ. അധികാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നവരും താഴെ നിന്ന് നഗരത്തെ ചുമലിലേറ്റുന്നവരും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ഒരു കൃത്യമായ സന്ദേശം. ഓണം സമത്വത്തിന്റെ ഓർമ്മയാണ്. മഹാബലിയുടെ കാലത്തെക്കുറിച്ചുള്ള മലയാളിയുടെ സങ്കല്പത്തിൽ രാജാവിനും പ്രജയ്ക്കുമിടയിൽ വലിയ അകലമില്ല. അതുകൊണ്ട് തന്നെ നഗരസഭയിലെ ഏറ്റവും താഴത്തെ തട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വീട്ടിലും ഓണത്തിന്റെ സന്തോഷം എത്തിക്കണമെന്ന ചിന്തയ്ക്ക് വലിയ പ്രതീകാത്മകതയുണ്ട്. ഇതാണൊരു രാഷ്ട്രീയ മാറ്റം, ജനങ്ങളുടെ മനസ്സിൽ ഭരണപരമായ മാറ്റമായി മാറുന്ന നിമിഷം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ BJP ആദ്യമായി അധികാരത്തിലെത്തിയത് ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. എന്നാൽ ആ അധികാരം ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന മാറ്റമായി മാറുമ്പോഴാണ് അതിന് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത്. ജനങ്ങൾക്ക് ആ ഭരണകൂടത്തോട് വിശ്വാസം ലഭിക്കുന്നത്. കേരള സംസ്ഥാനം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുക്കാൻ അവർ വഴങ്ങുന്നത്. വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ആ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കാണുന്ന ചില നടപടികൾ മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്നുണ്ട് എന്ന കാര്യം എന്നാൽ 100% ഉറപ്പിച്ചു പറയാം. എന്നാൽ ഈ മാറ്റം ഒരാളുടെ നേട്ടം മാത്രമായി ചുരുക്കുന്നില്ല. BJP കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ, തൊഴിലാളികൾ, നഗരത്തിലെ സാധാരണ ജനങ്ങൾ എല്ലാവരും ചേർന്നാണ് ഒരു നഗരത്തെ മാറ്റുന്നത്. മേയർ മുന്നിൽ നിൽക്കാം, പക്ഷേ നഗരത്തെ മാറ്റുന്നത് ഒരു കൂട്ടായ്മയാണ്. അതിനാൽ ഈ ഓണക്കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിതരണം ചെയ്യപ്പെടുന്ന ഓരോ ഓണക്കോടിയും ഒരു വസ്ത്രമല്ല, അതൊരു സന്ദേശം കൂടിയാണ്. നഗരത്തെ വൃത്തിയാക്കുന്ന കൈകളും നഗരത്തിന്റെ ഭാഗമാണ് എന്ന സന്ദേശം. നഗരസഭയിലെ ഓരോ ജീവനക്കാരനും ബഹുമാനിക്കപ്പെടേണ്ട മനുഷ്യനാണെന്ന സന്ദേശം. വികസനത്തിന്റെ പണം വികസനത്തിന് തന്നെ ഉപയോഗിക്കുമെന്ന സന്ദേശം. ക്ഷേമവും വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന സന്ദേശം. ഈ സന്ദേശങ്ങൾ ഒരു ഭരണത്തിന്റെ പ്രവർത്തന രീതിയാകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. തിരുവനന്തപുരം ഇന്നൊരു പുതിയ പരീക്ഷണത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. രാഷ്ട്രീയമായ ഒരു കാലഘട്ടം അവസാനിച്ച് മറ്റൊരു കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ചരിത്രം രേഖപ്പെടുത്തേണ്ടത് ആരാണ് അധികാരത്തിലെത്തിയതെന്നതല്ല, അധികാരത്തിലെത്തിയവർ നഗരത്തെ എത്രമാത്രം മാറ്റിയെന്നതാണ്. അധികാരത്തിലെത്തിയവർ എത്ര മനുഷ്യനെ മനുഷ്യനായി കണ്ടു എന്നുള്ളതാണ്, എത്ര മനുഷ്യരെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ഓണക്കോടിയുടെ ഈ ചെറിയ സമ്മാനം അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയുടെ പ്രതീകമാവുകയാണ് ഈ ഓണക്കാലത്ത്. തലസ്ഥാനം മാറുകയാണോ? അതിന്റെ ഉത്തരം വരും വർഷങ്ങൾ നൽകും. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണചരിത്രത്തിൽ ഒരു പുതിയ പേജ് തുറന്നു കഴിഞ്ഞു. ആ പേജിൽ ഇത്തവണ അധികാരത്തിന്റെ മുദ്ര മാത്രമല്ല, മനുഷ്യ സ്പർശത്തിന്റെ അടയാളവും പതിയുന്നുണ്ട്.